ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 23. നമ്മളിന്ന് അധ്യായം 5 1 മുതൽ 10 വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത്. ഇതിലെ ദേവതകൾ പലതാണ്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം 1 ദേവത വിഷ്ണുവാണ്. വിഷ്ണു എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കർമ്മങ്ങളെല്ലാം 3 തിരിച്ചിട്ടുണ്ട്. ഒന്ന് സൃഷ്ടി, പിന്നെ ഒന്ന് സംരക്ഷണം, മറ്റൊന്ന് ഡിസ്ട്രക്ഷൻ. നമ്മൾ ഏതൊരു കാര്യത്തിലും അത് കാണും. നമ്മളിപ്പോൾ ഒരു വീട് പണിയാണെങ്കിൽ അതിനെ സൃഷ്ടിക്കും, ആവശ്യമുള്ള കാലത്തോളം അതിനെ പരിചരിക്കും, പിന്നെ നശിപ്പിക്കും. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ള പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ സൃഷ്ടിയുടെ പ്രവർത്തനങ്ങളും പിന്നിലുള്ള ആ പ്രേരക ശക്തിക്കാണ് വിഷ്ണു എന്ന് പറയുന്നത്, ആ സംരക്ഷിക്കുന്ന. അപ്പം ഒന്നാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, അഗ്നിരൂപത്തിലുള്ള അങ്ങയെ ഞാൻ ലോകനായകന് മുമ്പിൽ അർപ്പിക്കുകയാണ്. ലോകനായകൻ എന്ന് പറയുന്നത് ആ ശക്തിയാണ്, പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തിയാണ്. ആ ശക്തിയാണ് ആദ്യം 3 തിരിഞ്ഞത്. ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത്, അതാണ് പല ഘട്ടങ്ങളിലുള്ള ലോകമായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ ഈ 3 പ്രക്രിയകളിലും പങ്കെടുക്കുന്ന ശക്തിവിശേഷം അതൊരു 3 ശക്തിയായി തീരുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ആ സ്ഥിതിയുടെ നാഥനാണ് ആര്? വിഷ്ണു. അപ്പം അതാണ് അഗ്നിരൂപമാണത്. അഗ്നിരൂപം എന്ന് പറഞ്ഞാൽ എല്ലാം ഊർജമാണ്. അഗ്നി എന്ന് പറയുന്ന വേദത്തിൽ ഊർജമാണ്. എല്ലാ കർമ്മങ്ങളും ഊർജത്തിലൂടെയാണ് നടക്കുന്നത്. അപ്പം അത് ഊർജരൂപം തന്നെയാണ്. അത് സോമം കൊണ്ട് പൂർണ്ണനായ അങ്ങയെ ഞാൻ ഈശ്വരന് മുമ്പിൽ സമർപ്പിക്കുന്നു. അപ്പോൾ ഈശ്വരനാണ് ഏറ്റവും മുകളിലുള്ളത്. അതാണ് 3 തിരിഞ്ഞത്. അപ്പോൾ എല്ലാ യജ്ഞങ്ങളും നടക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് സോമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോമമെല്ലാം നമ്മൾ അർപ്പിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ഈശ്വരന് വേണ്ടിയാണ്. ഈശ്വരനാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മളിലൂടെ എന്തോ കർമ്മം ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈശ്വരൻ സൃഷ്ടിച്ചത്. അപ്പോൾ ആ കർമ്മം നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ കർമ്മം ചെയ്യുമ്പോൾ വസ്തുക്കൾ ഉപയോഗിക്കേണ്ടി വരും. ആ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് സോമം എന്ന് പറയുന്നത്. അതിഥികളെ സേവിക്കുന്ന അങ്ങയെ ഞാൻ ലോകനാഥനും ആയ ഈശ്വരന് മുമ്പിൽ സമർപ്പിക്കുന്നു. അതിഥികളെ സേവിക്കുന്നു. സേവനം എന്ന എല്ലാ പ്രവൃത്തി, സേവനം എന്ന് പറയുന്നത് സൃഷ്ടി സ്ഥിതിയാണ്. സ്ഥിതി സേവനത്തിലൂടെയാണ് നടക്കുന്നത്. ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ സേവനങ്ങളുടെയും അധിപനായ അങ്ങയെയും ഈശ്വരനെ സമർപ്പിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഈശ്വരൻ എന്നത് ഒന്നേ ഉള്ളൂ. അതിങ്ങനെ സൃഷ്ടിക്കൊരു ശക്തിയെ നിയമിച്ചു, സംരക്ഷിക്കാനൊരു ശക്തിയെ നിയമിച്ചു, അതായിട്ട് തിരിഞ്ഞു. ആ ശക്തി 3 തിരിഞ്ഞു. അതിൽ സംരക്ഷിക്കുന്ന ശക്തിയെ സേവനത്തിലൂടെയാണത് സംരക്ഷിക്കുന്നത്. അതും ഈശ്വരന് വേണ്ടി തന്നെയാണ്. സർവവ്യാപനായ വിഷ്ണു, ആ വിഷ്ണു എല്ലായിടവും ഉണ്ട്. ആ സംരക്ഷിക്കുന്ന ശക്തി വിശേഷം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ദിവ്യ അനുഗ്രഹങ്ങളെല്ലാം കൊണ്ടുവരുന്നത് ഈ നീയാകുന്നു. ആ നിന്നെ ഞാൻ ലോകനാഥനായ ഈശ്വരന് മുമ്പിൽ സമർപ്പിക്കുന്നു. ഇവിടെ എല്ലാം മനസ്സിലാക്കേണ്ടത് ലോകത്തിനെ പരിപാലിക്കുന്ന ഒരു ശക്തിയുണ്ട്, അതാണ് ഈശ്വരൻ. അല്ലാതെ വിഷ്ണു, ബ്രഹ്മാവ്, ശിവനൊന്നും ഈശ്വരനല്ല. ഇവരെ എല്ലാം തന്നെ ആ ഈശ്വരന് വേണ്ടിയിട്ടാണ് അതായിട്ട് മാറിയിരിക്കുന്നത്. ആ പ്രപഞ്ചം നിർമ്മിച്ച ശക്തി 3 തിരിഞ്ഞു. സൃഷ്ടി ഇവിടെ നടത്താൻ, സംരക്ഷിക്കാൻ, ആവശ്യം കഴിയുമ്പോൾ നശിപ്പിക്കാൻ. ഈ ശക്തികളുടെ ജോലി ഇവിടെ എന്തെങ്കിലും സൃഷ്ടിക്കുക, ആ ശക്തിക്ക് കൊടുക്കുക, ആവശ്യം വരെ അതിനെ സംരക്ഷിക്കുക,
ആവശ്യം കഴിയുമ്പോൾ നശിപ്പിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ 3 ശക്തികളെ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ആർക്കാണ് സമർപ്പിക്കുന്നത്? ആ ഏകനായ ഈശ്വരനാണ്. അനുഗ്രഹത്തിൻ്റെയും പോഷണത്തിൻ്റെയും അധിപനായ ഈശ്വരൻ. അപ്പം എല്ലാ അനുഗ്രഹങ്ങളെയും പോഷിപ്പിക്കുന്നതുമാരാണ് ആ ഈശ്വരനാണ്. നമുക്ക് എല്ലാ ഗുണങ്ങളും നൽകുന്നത്, നമ്മൾ എന്തെല്ലാം ഇവിടെ നേടുന്നുണ്ടല്ല അതെല്ലാം അനുഗ്രഹമാണ്. അത് നൽകിയത് ആ ഈശ്വരനാണ്. എല്ലാത്തിനെയും പോഷിപ്പിക്കുന്നതാണ് ആ ഈശ്വരനാണ്. എല്ലായിടവും വ്യാപരിച്ചിരിക്കുന്ന ശക്തി ആരാണ്? അതും ഈശ്വരനാണ്. അപ്പം ഇവിടെ ദേവത ഈ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഈ വിഷ്ണു ആയാലും ബാക്കിയുള്ള എല്ലാം ആയാലും ആ ഈശ്വരനാണ് സമർപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈശ്വരനെ വേറെയായിട്ട് കാണും. അത് ഏകനാണ്. ആ ഏകനായ ഈശ്വരനെ പറ്റിയാണ് പറയുന്നത്. വിഷ്ണു ആയാലും എന്തായാലും എല്ലാവരും സമർപ്പിക്കുന്നത് ആ ഈശ്വരന് വേണ്ടിയാണ്. അപ്പോൾ ഈ വിഷ്ണു എന്നെല്ലാം പറയുന്നത് നമ്മളെ ലോകത്തിലെ കർമ്മങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷങ്ങളാണ്. സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ബലമാണ്. സംരക്ഷിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ബലമാണ്. ആവശ്യം കഴിഞ്ഞാൽ നശിപ്പിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ്. ഇതെല്ലാം ആർക്ക് വേണ്ടി? മുകളിലുള്ള ഒരു ഏകനായ ഈശ്വരനുണ്ട്. ഇനി രണ്ടിലെ ദേവത വിഷ്ണുവിൻ്റെ യജ്ഞങ്ങളാണ്. അത് യജ്ഞം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളാണ്. അതാണ് കർമ്മം. ഒരു ദേവതയാണ്. ഈ കർമ്മം ആർക്ക് വേണ്ടിയാണ്? ആ ഈശ്വരന് വേണ്ടി. അഗ്നി ഉത്ഭവിക്കുന്ന സ്ഥാനവും മഴയെ വർഷിക്കുന്നതും നീയാകുന്നു. അപ്പം യജ്ഞത്തിലൂടെയാണ് അഗ്നി ഉത്ഭവിക്കുന്നത്. അഗ്നി ഉണ്ടാകണമെങ്കിൽ യജ്ഞം വേണം. എന്തെങ്കിലും കത്തിച്ചാലേ അഗ്നി ഉണ്ടാവുകയുള്ളൂ. കത്തിക്കുന്ന പ്രവൃത്തിക്കാണ് യജ്ഞം എന്ന് പറയുന്നത്. അപ്പം അഗ്നി ഉത്ഭവിക്കുന്ന സ്ഥാനം ഇവിടെയാണ്. യജ്ഞസ്ഥലത്താണ് അഗ്നി ഉത്ഭവിക്കുന്നത്. മഴ വർഷിക്കുന്നതും നീയാകുന്നു. മഴ എവിടെയാണ് ഉണ്ടാകുന്നത്? ആകാശത്തിൽ. അവിടെ എന്താണ് നടക്കുന്നത്? ഒരു യജ്ഞം നടക്കുന്നുണ്ട്. ചാറിലുള്ള മേഘങ്ങൾ കൂടിച്ചേരുന്നുണ്ട്. അതിലൂടെയാണ് മഴയായി പെയ്യുന്നത്. നിങ്ങളിൽ ഒരാൾ സന്താനവും മറ്റേയാൾ പിതാവുമാകുന്നു. അപ്പം യജ്ഞത്തിന് തന്നെ എല്ലാ യജ്ഞങ്ങളും ദ്വയമായിട്ടാണുള്ളത്. ഒന്ന് സന്താനവും മറ്റേയാൾ പിതാവുമാകുന്നു. പിതാവിൽ നിന്ന് സന്താനം ഉണ്ടാകുന്നത് പോലെ ഒന്നിൽ നിന്നാണ് മറ്റൊന്ന് ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ചോറ് വയ്ക്കുകയാണെങ്കിൽ അരിയാണ് ചോറായിട്ട് മാറുന്നത്. അരിയിൽ നിന്നാണ്, അരി പിതാവാണെങ്കിൽ മറ്റേത് പുത്രനാണ്. അരിയിൽ നിന്നാണ് ചോറുണ്ടാകുന്നത്. അപ്പോൾ അരി പിതാവാണെങ്കിൽ മറ്റേത് പുത്രനാണ്. അപ്പോൾ ഒന്ന് പിതാവെങ്കിൽ മറ്റേത് പുത്രനാണ് എന്ന് പറയുമ്പോൾ യജ്ഞം നടക്കുമ്പോൾ ഇൻപുട്ടിനെ പിതാവെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെ പുത്രനെന്ന് പറയാം. നിന്നെ ഞാൻ ഗായത്രി ഛന്ദസ്സിലാണ് മഥനം ചെയ്യുന്നത്. ഗായത്രി ഛന്ദസ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നടക്കുന്ന കർമ്മങ്ങൾ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾ, സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട, ഭൂമിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും ഗായത്രി ഛന്ദസ് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഛന്ദസ്സുകൾ പലതുണ്ട്. പക്ഷേ നമ്മളുമായിട്ട് ഇവിടെ ഈ ലോകത്തിൽ നടക്കുന്ന കർമ്മങ്ങളെല്ലാം ഗായത്രി ഛന്ദസ്സിലൂടെ മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ ഒരു പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ മൃഗവുമാകാം. പക്ഷേ തൃഷ്ടൂപ് ഛന്ദസ്സിൽ പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രോണുകളാണ്. കാരണം അത് കെമിസ്ട്രിയുടെ അകത്ത് പോവുകയാണ്. ഇതിലെ പ്രപഞ്ചത്തിൻ്റെ എല്ലാം പറയുമ്പോഴും ഭൂമിയെ പശുവായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളെല്ലാം ഗായത്രി ഛന്ദസ്സിലാണ് വരുന്നത്. തൃഷ്ടൂപ് ഛന്ദസ്സിനാലും ജഗതി ഛന്ദസ്സിനാലും ഞാൻ നിങ്ങളെ മഥനം ചെയ്യുന്നു. പക്ഷേ ഇവിടെ നടക്കുന്ന യജ്ഞങ്ങളെല്ലാം തന്നെ ഏതെല്ലാം ഛന്ദസ്സിലൂടെ നടക്കുന്നുണ്ട്? ജഗതി ഛന്ദസ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടി നടക്കുമ്പോഴുള്ള സംഭവങ്ങളെല്ലാം ജഗതി ഛന്ദസ്സിലൂടെയും ആ യജ്ഞങ്ങളിലൂടെ ഉണ്ടാകുന്ന പ്രപഞ്ചം അതെല്ലാം ജഗതി ഛന്ദസ്സിലൂടെയും ആറ്റങ്ങളിലൂടെ സംഭവിക്കുന്ന രാസപ്രവർത്തനങ്ങളെല്ലാം തൃഷ്ടൂപ ഛന്ദസ്സിലൂടെയും ആണ് സംഭവിക്കുന്നത്. നേരെ മറിച്ച് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഗായത്രി ഛന്ദസ്സിലുമാണ് മനസ്സിലാക്കേണ്ടത്.
ഇനി മൂന്നിലേതും യജ്ഞം തന്നെയാണ്. നിങ്ങൾ ഇരുവരും തുല്യ മനസ്കോട് കൂടിയവരാകുന്നു. യജ്ഞങ്ങളെല്ലാം തുല്യ മനസ്കരോടുകൂടിയാണ്. ഒരു വസ്തു തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നമ്മൾ വെള്ളമെടുത്തിട്ട് ചൂടാക്കിയാൽ അത് നീരാവിയാകും, തണുപ്പിച്ചാൽ അത് വെള്ളം തന്നെയാകും. ഐസ് എടുത്ത് ചൂടാക്കിയാൽ വെള്ളമാകും, വെള്ളത്തെ തണുപ്പിച്ചാൽ ഐസാകും. അപ്പം ഇക്വേഷൻസ് എന്തുണ്ട്? റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും ഇക്വേഷൻ ഉണ്ട്. കെമിസ്ട്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പ്രവൃത്തികളെയാണ് ഒരു യജ്ഞം നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. അതുകൊണ്ടാണ് ഇരുവരും തുല്യ മനസ്കരോട് കൂടിയവരാണ്. അല്പം പോലും കളങ്കമേൽക്കാത്തവരും നമ്രഹൃദയരുമാകണം. അല്പം പോലും കളങ്കമേൽക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം, രാസപ്രവർത്തനങ്ങളെല്ലാം, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന യജ്ഞങ്ങളെല്ലാം കളങ്കമില്ലാത്തതാണ്. അതായത് സയൻസിലൂടെയാണ് നടക്കുന്നത്. അതിന് പാളിച്ച പറ്റില്ല. വെള്ളത്തെ 100 ഡിഗ്രി വരെ ചൂടാക്കിയാൽ അത് ഉടനെ എന്തായി മാറാൻ തുടങ്ങും? നീരാവിയായി മാറാൻ തുടങ്ങും. നീരാവിയെ തണുപ്പിച്ചാൽ 100-ന് താഴെ എത്തുമ്പോൾ അത് വെള്ളമായിട്ട് മാറും. അതിൽ പിന്നെ കളങ്കമൊന്നുമില്ല. അത് സയൻസിലൂടെ നടക്കുന്നതിനൊന്നും കളങ്കമില്ല. അത് സ്ഥായിയാണ്. അത്തരത്തിൽ തന്നെ സംഭവിക്കുകയുള്ളൂ. ഇനിയോ ഈ യജ്ഞത്തെയും യജ്ഞകർത്താവിനെയും പരിപോഷിപ്പിക്കുക. അപ്പം യജ്ഞം ചെയ്യുന്നവർ നമ്മളാണ് യജ്ഞകർത്താവ്. നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോൾ അതിനെ പരിപോഷിക്കുന്നത് ആരാണ്? ആ യജ്ഞമാണ്. നമ്മളൊരു ചോറ് വെക്കുമ്പോൾ ആ ചോറിനെ അരിയെ ചോറാക്കി മാറ്റുന്ന ആ പ്രക്രിയ, അതാണ് യജ്ഞം എന്ന് പറയുന്നത്. അതാണ് പരിപോഷിപ്പിക്കുന്നത്. അരിയെ നല്ല ചോറായിട്ട് പരിപോഷിപ്പിക്കുന്നു. എല്ലാം അറിയുന്നവരെ. അപ്പം യജ്ഞങ്ങൾക്ക് എല്ലാം അറിയാം. എന്തിനെ എന്താക്കണമെന്നെല്ലാം യജ്ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. അത് ശിവകരമാകട്ടെ. ശിവകരണം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവർത്തികളുടെയും പിന്നിൽ ആറ്റങ്ങളുണ്ട്, കെമിസ്ട്രിയുണ്ട്. ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ കർമ്മങ്ങളിലും 99% രാസപ്രമാറ്റങ്ങൾ അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശിവൻ എന്ന് പറയുന്നത് രുദ്രനാണ്, ആറ്റങ്ങളാണ്. ആറ്റങ്ങളിലൂടെയാണ് എല്ലാം സംഭവിക്കുന്നത്. ഇനി 4ാമത്തെ മന്ത്രത്തിൽ ദേവത അഗ്നിയാണ്. ഹേ നാഥ, അഗ്നിയിൽ ചലിക്കുന്നു. അഗ്നിയോടുകൂടി എന്തു പറ്റും? എല്ലാം ചലിക്കാൻ തുടങ്ങും. അഗ്നി തന്നെ ചലിക്കുന്നതാണ്. താപം ഒരു സ്ഥലത്ത് നിന്ന് ഊർജ്ജമല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രവഹിക്കും. തരംഗരൂപത്തിൽ പ്രവഹിക്കും, ചൂടായിട്ട് പ്രവഹിക്കും, പ്രകാശമായിട്ട് പ്രവഹിക്കും. അതുകൊണ്ട് അഗ്നിയിൽ ചലിക്കുന്നു. അഗ്നി ഉണ്ടാകുമ്പോൾ ചലനം തുടങ്ങും. ആ അഗ്നി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സന്ദേശങ്ങളെല്ലാം അയക്കുന്നത്. ഈശ്വരൻ ഋഷിവര്യന്മാരുടെ പൂർവ്വ പിതാവാകുന്നു. അതായത് ഋഷികളിലൂടെയാണ് ഈ ജ്ഞാനമെല്ലാം നമുക്ക് കിട്ടിയത്. ഈ ഋഷികളെയാണ് ആദ്യം സൃഷ്ടിച്ചത്. ആര്? ഈശ്വരൻ ഋഷികളിലൂടെയാണ് നമുക്ക് ഈ ജ്ഞാനങ്ങളെല്ലാം കൈമാറിത്തരുന്നത്. അവനെന്ത് ചെയ്യും? പാപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കും. പാപം എന്ന് പറയുന്നത് നമ്മുടെ കഷ്ടപ്പാട് ഉള്ള സമയത്തെയാണ്. നമുക്കെന്തെങ്കിലും കഷ്ടപ്പാട്, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പാപം എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളെല്ലാം നീക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുവാണ് അഗ്നി അല്ലെങ്കിൽ ഊർജം. ഊർജത്തിലൂടെയാണ് നമ്മളെല്ലാ പ്രയാസങ്ങളും നീക്കുന്നത്. നമുക്ക് കയറാൻ പ്രയാസമുണ്ടെങ്കിൽ ലിഫ്റ്റ് ഉപയോഗിക്കും, നടക്കാൻ പ്രയാസമുണ്ടെങ്കിൽ കാർ ഉപയോഗിക്കും. ഇതെല്ലാം ഊർജത്തിലൂടെയാണ് സാധിക്കുന്നത്. യജ്ഞാദി കർമ്മങ്ങളെ അദ്ദേഹം വാത്സല്യത്തോടെയാണ് നോക്കുന്നത്. എല്ലാ യജ്ഞങ്ങളെയും അത് വാത്സല്യത്തോടെയാണ് അഗ്നി നോക്കുന്നത്. ഊർജം, അതായത് ഏത് യജ്ഞം നടക്കണ്ടെങ്കിലും ഊർജം ആവശ്യമുണ്ട്. ഊർജമില്ലാതെ ഒരു കർമ്മവും നടക്കില്ല, ഒരു യജ്ഞവും നടക്കില്ല. അതുകൊണ്ട് എല്ലാ യജ്ഞങ്ങളെയും ഊർജം വാത്സല്യത്തോടെയാണ് നോക്കുന്നത്. അതിനെ സഹായിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. എല്ലാവിധ അനുഗ്രഹങ്ങളെയുമായി നമ്മെ അത് ബന്ധിപ്പിക്കുന്നു. അഗ്നി ഉപയോഗിച്ചിട്ട്, ഊർജം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്കതിൻ്റെ ഫലം കിട്ടും, നമുക്ക് അനുഗ്രഹങ്ങൾ നൽകും.
അനുഗ്രഹങ്ങൾ നൽകുക എന്ന് പറഞ്ഞാൽ ഊർജം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും ഈ ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാം നമുക്ക് അനുഗ്രഹം ചൊരിയുന്നതാണ്. ഇനി അഞ്ചാമത്തത്, അഞ്ചിലെ ദേവത വിദ്യുത്താണ്, വൈദ്യുതിയാണ്. വിദ്യുത്ത് എന്ന് പറയുമ്പോൾ വേദങ്ങളിൽ ഉദാഹരണ സഹിതം മേഘങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പറയുക. ഇടിമിന്നൽ, അവിടെയാണ് വൈദ്യുതി ഉണ്ടാകുന്നത്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മേഘം പറയുകയാണ്, പക്ഷേ പറയുന്നത് ആ വൈദ്യുതിയെ പറ്റിയാണ്. മുൻവശത്തും മറ്റു എല്ലാ വശങ്ങളിലും സംരക്ഷണത്തിന് വേണ്ടി ഞാൻ നിന്നെ സ്ഥാപിക്കുന്നു. വൈദ്യുതിയുടെ ആവശ്യം എന്താണ്? എല്ലാ വശങ്ങളും, മുൻവശത്തും എല്ലാ വശത്തും എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ വശത്തുമുള്ള ആവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ശക്തിവിശേഷമാണ് വൈദ്യുതി. വൈദ്യുതി ഇന്ന് ഊർജം എന്ന നിലയിൽ നമ്മളിന്ന് ഉപയോഗിക്കുന്നത് വൈദ്യുതിയാണ് എല്ലാ ആവശ്യത്തിനു വേണ്ടി. ആരാണോ കാറ്റിന് ശക്തി വരുന്ന മരുദ്ഗണങ്ങൾ എന്ന് പറയുമ്പോൾ 49 മരുത്തുക്കൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ആ മരുദ്ഗണങ്ങൾ ചലിക്കുമ്പോഴാണ് കാറ്റ് ചലിക്കുന്നത്. കാറ്റ് ചലിക്കുമ്പോഴാണ്, ആ കാറ്റിനനുസരിച്ചാണ് മേഘങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് മഴയായി പെയ്യുന്നത്. ആ മേഘങ്ങൾ കൂട്ടിച്ചേർത്ത് മഴയായി പെയ്യുമ്പോഴാണ് ഈ വൈദ്യുതി ഉണ്ടാകുന്നത്. അവർക്കായി ഞാനിത് പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രതിഷ്ഠിക്കുക എന്നല്ല, ഉണ്ടാവുക. മരുദ്ഗണങ്ങൾ ആകാശത്തിലോട്ട് വരുമ്പോൾ കാറ്റ് മേഘങ്ങളെ കൂട്ടി യോജിപ്പിച്ചിട്ട് വൈദ്യുതിയായിട്ട് ഇടിമിന്നലുണ്ടാകുന്നു. കാരണം പണ്ടേ പറഞ്ഞിട്ടുണ്ട്, മരുദ്ഗണങ്ങൾ ചലിക്കുമ്പോൾ ഇടിമിന്നലുകൾ ഉണ്ടാകും, മലകളെല്ലാം കിടുകിടെ വിറക്കുന്നു എന്നല്ല. മേഘങ്ങളെ യോജിപ്പിക്കും, വെള്ളം മുട്ടോളം ഉയരുമെന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ മരുന്നുകൾ കാറ്റുകളെ ചലിപ്പിച്ചിട്ട് വൈദ്യുതി ഉണ്ടാകുന്ന അതുകൊണ്ടാണ് മേഘമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് അവർ പറയുക. ഇത് ലംഘിക്കാൻ പറ്റാത്ത ഒരു അനുഗ്രഹമാവുന്നു. ഇതിനെ ആർക്കും നിഷേധിക്കാൻ ലംഘിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗത്തെ, വൈദ്യുതിയുടെ ഉപയോഗത്തെ മറികടക്കാൻ ഒരു സംവിധാനം ഈ ലോകത്തിൽ ഇല്ല. ബാക്കി എന്ത് ഊർജത്തെ അപേക്ഷിച്ചും എല്ലാറ്റിനെയും റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ശക്തിവിശേഷമാണ് വൈദ്യുതി. വൈദ്യുതിയുടെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള ഊർജ സ്രോതസ്സാണ്, നമ്മുടെ ഊർജത്തിൻ്റെ സ്രോതസ്സാണ് വൈദ്യുതി. കാരണം നമ്മളെല്ലാം അടുപ്പ്, തീ, അങ്ങനെ എല്ലാം എടുത്തിട്ട് അവസാനിപ്പോൾ എല്ലാ ഉപകരണങ്ങളും, പെട്രോൾ കൊണ്ട് ഓടുന്ന വണ്ടികൾ പോലും എന്തിലേക്ക് മാറുകയാണ്? വൈദ്യുതിയാണ്. അപ്പോൾ ദേവതകളുടെ ആർക്കും ലംഘിക്കാൻ പറ്റാത്ത അനുഗ്രഹമാണ് വൈദ്യുതി. കാരണം വൈദ്യുതിയെ കവച്ചു വെക്കുന്ന വേറൊന്ന് ഇല്ല. ഇപ്പം ന്യൂക്ലിയർ എനർജി ആണെങ്കിലും അത് വൈദ്യുതിയാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് അല്പം പോലും കളങ്കമില്ലാത്തതാണ്. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ പ്യുവർ എനർജിയാണ്, അതിന് കളങ്കമില്ല. അത് പ്യുവർ എനർജിയാണ്. പക്ഷേ കത്തുന്ന തീ എന്ന് പറഞ്ഞാൽ ചിലപ്പം ചൂട് കുറവായിരിക്കും. ചില മരം കത്തിച്ചാൽ ചൂട് തീരെ ഉണ്ടാവില്ല. ചിലത് കത്തിക്കുമ്പോൾ നല്ല ചൂടായിരിക്കും. ഗ്യാസാണെങ്കിൽ അതിന് ചൂടുണ്ടാവും. പക്ഷേ ഇലക്ട്രിസിറ്റിക്ക് അങ്ങനെയൊരു അശുദ്ധിയില്ല. അതെപ്പോഴും കളങ്കമില്ലാത്തതാണ്, നമ്മളെ രക്ഷിക്കുന്നവനാണ്. നമ്മളെ വൈഷമ്യങ്ങളെല്ലാം നീക്കിത്തരുന്നത് മറ്റാരുമല്ല. നമ്മുടെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അതിന് പരിഹാരമായി വരുന്നത് വൈദ്യുതിയാണ്. വൈദ്യുതിയുടെ കണ്ടെത്തലോടുകൂടിയാണ് ഇലക്ട്രോണിക്സും എല്ലാം ഉണ്ടായത്. നമ്മളെ ഹൃദയ ശസ്ത്രക്രിയ പോലും, അകത്തുള്ള ശസ്ത്രക്രിയകൾ പോലും ഈ വൈദ്യുതി ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ നടത്തുന്നത്. അതുകൊണ്ട് ഞാൻ സത്യത്തിനടുത്തേക്ക് യാത്ര ചെയ്യട്ടെ, സത്യത്തിനടുത്തേക്ക് നിന്റെ സഹായത്താൽ യാത്ര ചെയ്യട്ടെ എന്നാണ്. വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബഹിരാകാശങ്ങളിലെല്ലാം, സാറ്റലൈറ്റുകളെല്ലാം പ്രവർത്തിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ്? ഈ വൈദ്യുതിയാണുള്ളത്. ഒരു റോക്കറ്റ് വിട്ടു കഴിഞ്ഞാലും അവിടെയുള്ള കാര്യങ്ങളിൽ, ചന്ദ്രനിലും മറ്റേടത്ത് എന്താ ഉള്ളത് നോക്കുന്നതെല്ലാം വൈദ്യുത സിഗ്നൽ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനവിടെ സോളാർ പാനലെല്ലാം വെച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ടാണ് എല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. അപ്പം ചൊവ്വയിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം ഓടിപ്പിക്കുന്ന ഈ മെഷീൻ ഓടുന്നത് എങ്ങനെയാണ്?
വൈദ്യുതിയുടെ സഹായത്താണ്. അവിടെ നിന്ന് ക്യാമറയിൽ പടം പിടിക്കും, ഇവിടത്തേക്ക് അയച്ചു തരും. അതുകൊണ്ട് സത്യത്തിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കട്ടെ. ശിവകരമായ ലോകത്തിലേക്ക് എനിക്ക് വഴി നൽകിയ ശിവകരം എന്ന് പറയുന്നത് ശിവനാരാണ്? രുദ്രനാണ്. രുദ്രനെ കൊണ്ടാണ്, ആറ്റങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ഒരു ആറ്റത്തിൻ്റെ അകത്തുള്ള ഘടകങ്ങൾ മനസ്സിലാക്കേണ്ടെങ്കിലും നമ്മളെ സഹായിക്കുന്നത് വൈദ്യുതിയാണ്. ഇനി ആറാമത്തെ ദേവത അഗ്നിയാണ്, ഊർജമാണ്. സാധാരണ ഊർജം, അതിന് വൈദ്യുതി എല്ലാം പെടും. അല്ലയോ അഗ്നിദേവ എന്ന് പറഞ്ഞിട്ടാണ് നീ വ്രതത്തിൻ്റെ നാഥനാണ്. നമ്മൾ വ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി മനസ്സും ശരീരവും എല്ലാം വെച്ച് നീങ്ങുമ്പോഴുള്ള അങ്ങനെയുള്ള ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി നീങ്ങുമ്പോൾ നമ്മളെ അതിനുവേണ്ടി സഹായിക്കുന്ന ശക്തിവിശേഷം അഗ്നിയാണ്, ഊർജമാണ്. കാരണം നമ്മളിപ്പോൾ വ്രതാനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സ് ആക്റ്റീവാക്കുകയാണ്. മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ആക്റ്റീവാക്കുന്നതിൻ്റെ പിന്നിലും എല്ലാം എന്ത് തന്നെയുണ്ട്? എനർജി ഉണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാതെ ശക്തിയില്ലാതെ എങ്ങനെയാണ് വ്രതം നോക്കുക? നമ്മൾ മനസ്സിനൊരു ശക്തിയുണ്ട് വ്രതാനുഷ്ഠിക്കണ്ടിക്കുക. മനസ്സിൻ്റെ ശക്തി കിട്ടുന്നത് എവിടെ നിന്നാണ്? അതിൻ്റെ അകത്തുള്ള ചില ഭക്ഷണമേ നമ്മൾ കഴിക്കുന്നത് നിയന്ത്രിക്കുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ അകത്തുള്ള ഊർജത്തെ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മനസ്സിനെ പിടിച്ച് മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതും ഊർജം തന്നെയാണ്. അവിടെ ഒരു രാസപ്രവർത്തനമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഏത് തരം വ്രതങ്ങളായാലും എന്ത് കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിച്ചാലും അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതിനാണ് വ്രതം എന്ന് പറയുന്നത്. രക്ഷകൻ നീ തന്നെയാണ്. അതിനെല്ലാം ഊർജ ആവശ്യമാണ്. കല്യാണകരമായ നിന്റെ രൂപം വ്രതങ്ങളെ തുണക്കുന്നു. ഈ വ്രതങ്ങളെ തുണക്കാൻ, അതായത് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും കല്യാണകരമായ രൂപം, അഗ്നിയുടെ രൂപം. അഗ്നിയെ എങ്ങനെയാണ് ഉപയോഗിക്കാം? തീയായിട്ട് ഉപയോഗിക്കാം, വേണ്ടടുത്ത് ചൂടായിട്ട് ഉപയോഗിക്കാം, ചിലയിടത്ത് പ്രകാശമായിട്ടാണ് ഉപയോഗിക്കുക, ചില ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ടാണ് ഉപയോഗിക്കുക. അപ്പം പലതരത്തിലാണ്. അതുകൊണ്ടാണ് കല്യാണകരമായ നിന്റെ രൂപം. ഊർജത്തിൻ്റെ രൂപം പലതരത്തിലുണ്ട്. ഊർജം പല രൂപത്തിൽ, കെമിക്കൽ എനർജി എല്ലാ തരത്തിലുണ്ടല്ലോ. പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, മാഗ്നറ്റിക് എനർജി, ഇങ്ങനെ എനർജി പല രൂപത്തിലുണ്ട്. അതെല്ലാം പലതരം വ്രതങ്ങളെ, നമ്മുടെ കർമ്മങ്ങളെ പോഷിപ്പിക്കുന്നതാണ്. എന്നിൽ എത്തിയിരിക്കുന്ന ഈ രൂപവും നിൻ്റേത് തന്നെയാണ്. ഏത് രൂപത്തിലെ എനർജി, നമ്മളുടെ ശക്തി നമ്മളിലേക്ക് വരുന്നോ അതെല്ലാം അതിൻ്റെ വ്യത്യസ്തതരമായ രൂപത്തിലാണ് നമ്മളിലേക്ക് വരുന്നത്. ഇപ്പം നമ്മളിലേക്ക് ഒരു വെളിച്ചം വരുന്നു, കണ്ണിലേക്ക് ഒരു പ്രകാശം വരുന്നത്, അതാരാണ്? നമ്മിലേക്ക് വരുന്ന ഊർജം. കണ്ണിലൂടെ നമ്മളൊന്ന് കാണുകയാണ്, അത് പ്രകാശോർജമാണ്. ചുവട്ടിൽ നമ്മളിലേക്ക് വരുന്ന എന്താണ്? ശബ്ദോർജമാണ്. അങ്ങനെ നമ്മിലേക്ക് വരുന്ന എല്ലാം തന്നെ അതിൻ്റെ പ്രത്യേക രൂപങ്ങളാണ്. അത് നിനക്ക് സ്വന്തമായിട്ടുള്ളതാണ്. ആ രൂപങ്ങളെല്ലാം അതിൻ്റേതാണ്. അത് പല രൂപത്തിൽ നമ്മളടുത്തേക്ക് വരും. ഊർജം പല രൂപത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ഇരുവരുടെയും വ്രതങ്ങൾ ഇരു സമീപത്തും ചേർന്നുകൊണ്ട് നീങ്ങട്ടെ. അപ്പോൾ അതും നമ്മളും കൂടിച്ചേർന്നുകൊണ്ടാണ് കർമ്മങ്ങളിൽ, പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത്. നമ്മൾ ഒറ്റക്കല്ല, ഊർജത്തിൻ്റെ സഹായത്താൽ. അപ്പം അതും നമ്മളും കൂടിച്ചേർന്നിട്ടാണ് മുന്നോട്ടേക്ക് നീങ്ങുന്നത്. നമുക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് കർമ്മം ചെയ്യിക്കും, നമുക്ക് അതിനുള്ള ശക്തി വേണം, ഊർജം വേണം. ഊർജവും നമ്മളും ഒന്നു ചേർന്നിട്ടാണ് നീങ്ങുന്നത്. ലോകം പുരോഗതിയിലേക്ക് നയിക്കാൻ നമ്മൾ ഊർജത്തിൻ്റെ സഹായത്താൽ കർമ്മം ചെയ്യുന്നു, ലോകം പുരോഗമിക്കുന്നു. ഈ തപശ്ചര്യ നീ ഉൾക്കൊണ്ടാലും, അതായത് നീ ഇത് മനസ്സിലാക്കണം, നമ്മളും നീയും തമ്മിൽ, ഞാനും അഗ്നിയും തമ്മിൽ, ഊർജവും തമ്മിൽ കൈകോർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ടവരാണ്. അത് നീ മനസ്സിലാക്കുക. ഇനി ഏഴാമത്തേൽ സോമമാണ് ദേവത. സോമം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കാണ്, ഇൻപുട്സിനാണ് സോമം എന്ന് പറയുക. ഇംഗ്ലീഷിൽ ഇൻപുട്സ്, സിസ്റ്റം, ഔട്ട്പുട്ട്. ഇൻപുട്ട്, സിസ്റ്റം അതിനെ ഔട്ട്പുട്ടായിട്ട് മാറ്റണം. പാത്രത്തിൽ അരിയും വെള്ളവും ഇട്ടാൽ അരിയും വെള്ളവും ഇൻപുട്ട്, പാത്രത്തിൽ ചൂടാക്കുക,
അപ്പോൾ അത് സിസ്റ്റം അതെന്താക്കി മാറ്റും, ഔട്ട്പുട്ട് ചോറാക്കിയിട്ട് മാറ്റും. അപ്പം കൊടുക്കുന്ന വസ്തുക്കളെയാണ് ഇൻപുട്ട് സോമം എന്ന് പറയുന്നത്. ഈ സോമത്തെ നമ്മൾ തേജസ്വിയായ ഇന്ദ്രന് വേണ്ടി സമർപ്പിക്കട്ടെ. എപ്പോഴും ഇൻപുട്ട് ആർക്കാണ് കൊടുക്കുന്നത്? സിസ്റ്റത്തിനകത്ത് നമ്മൾ ഇൻപുട്ട് കൊടുക്കും, സിസ്റ്റം അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഔട്ട്പുട്ടാക്കും. നമ്മുടെ പാത്രത്തിൽ അരിയും വെള്ളവും ഇട്ട് കൊടുക്കും, എന്നിട്ട് തീയും കൊടുക്കും. അപ്പം പാത്രമാകുന്ന ആ സിസ്റ്റം അതിൻ്റെ അകത്ത് എന്ത് നടക്കും? ഒരു രാസപ്രവർത്തനം നടക്കും. ആ രാസപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രനെന്ന് നമ്മൾ പലയിടത്ത് പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മൾ കൊടുക്കുന്ന ആർക്കാണ്? ഇന്ദ്രനാണ്, സിസ്റ്റത്തിനാണ് കൊടുക്കുന്നത്. സിസ്റ്റം അതെടുത്തിട്ട് സിസ്റ്റം അത് കുടിച്ചിട്ട് ഔട്ട്പുട്ട് തരും. ഒരു മേസ്ത്രിക്കാണ് നമ്മൾ എല്ലാ സാധനങ്ങളും കൊടുക്കുക. മേസ്ത്രി അതിനെ എടുത്തിട്ട് വീടാക്കിയിട്ട് നമുക്ക് തരും. അതുപോലെ പാത്രത്തിൽ സിസ്റ്റത്തിൻ്റെ അകത്ത് ചില മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം സോമമേ, ഇന്ദ്രന് വേണ്ടി നാം നിന്നെ തയ്യാറാക്കിയിരിക്കുന്നു. നീ ബുദ്ധിയും ഊർജവുമുള്ള നിന്റെ സുഹൃത്തുക്കളായി തീർക്കുക. അപ്പം ബുദ്ധി, അപ്പോൾ അവിടെ എന്തുണ്ട്? സയൻസ് ഉണ്ട്. അപ്പം നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഒരു സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു സാധനത്തെ വേറൊന്നാക്കി മാറ്റുക. അപ്പോൾ അവിടെ എന്തുണ്ട്? ബുദ്ധിയുണ്ട്, ഊർജവുമുണ്ട്. ഊർജവും കൊടുക്കണം. അരീനെ ചോറാക്കണ്ടിക്കിൽ സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു പാചകക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ അടിയിൽ എന്ത് കൊടുക്കണം? ഊർജം കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു സുഹൃത്തുക്കളെ പോലെ പ്രവർത്തിക്കും. അഗ്നിയും ആ സിസ്റ്റത്തിലുള്ള ആ ശക്തിവിശേഷം ഇന്ദ്രനും ഒരു സുഹൃത്തുക്കളെ പോലെ പ്രവർത്തിക്കും. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം നിന്നിൽ മംഗളമാകട്ടെ. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആ സോമം മംഗളകരമായ പുതിയൊരു വസ്തുവായിട്ട് മാറുന്നു. നമ്മൾ കൊടുക്കുന്ന അരി നല്ലൊരു ചോറായിട്ട് മാറും. അങ്ങനെ നിന്നിലുള്ള സോമരസം ഞാൻ അനുഭവിക്കട്ടെ. അപ്പോൾ ഈ സോമത്തോട് പറയാണ്, നിന്നിലുള്ള സോമരസം ഞാൻ അനുഭവിക്കട്ടെ. അപ്പോൾ അരിയിലുള്ള ആ ടേസ്റ്റ് നമ്മൾ അനുഭവിക്കുന്ന എപ്പോഴാണ്? അത് ചോറായിട്ട് മാറുമ്പോൾ നമ്മളത് അനുഭവിക്കും. സൂക്ഷ്മധനത്തിനായി ഭൗതിക ശരീരം ഞാൻ ഭൗതിക ഐശ്വര്യം ഞാൻ ആഗ്രഹിക്കുന്നു. ഭൗതികമായ സുഖസൗകര്യ ലാഭങ്ങൾക്ക് വേണ്ടി, സുഖസൗകര്യത്തിന് വേണ്ടി ധനം ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയാണ്, ധനം നേടാൻ വേണ്ടിയാണ്. ചോറുണ്ടാക്കുന്നതും ധനം തന്നെയാണ്. അരിനെക്കാട്ടിയും വിലയുണ്ട് എന്തിന്? ചോറിന്. 1 കിലോ അരിക്ക് 50 ഉറുപ്പികയാണെങ്കിൽ അത് ചോറായി മാറുമ്പോൾ അതിൻ്റെ വില എത്രയോ? അത് ധനമാണ്. നമ്മൾ തിന്നോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം. അത് പുറത്ത് നോക്കിയാണെങ്കിലോ അത്രയും ചോറിൻ്റെ വില കിട്ടും, 50 ഉറുപ്പികയല്ല. അപ്പോൾ ധനത്തിനായും ഐശ്വര്യത്തിനായും നമ്മൾ ആഗ്രഹിച്ചിട്ടാണ് സോമത്തെ ഉപയോഗിക്കുന്നത്. സത്യത്തിന് സമീപം ചെന്ന് ജനങ്ങൾ സത്യത്തെക്കുറിച്ച് പറയട്ടെ. ഭൂമിക്കും സ്വർഗത്തിനും എൻ്റെ നമസ്കാരം. ഭൂമിക്കും സ്വർഗത്തിലും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. യജ്ഞത്തിലൂടെയാണ് നമ്മൾ, സത്യം എന്ന് പറഞ്ഞാൽ യജ്ഞത്തിലൂടെ നമുക്ക് എന്ത് ഉന്നതിയും നേടാം. അതാണ് സോമത്തിൻ്റെ സഹായത്താൽ നമുക്ക് എന്ത് ചെയ്യാം? ലോകത്തിൽ നമുക്ക് വേണ്ട ഐശ്വര്യങ്ങൾ നേടിയെടുക്കാം. അതൊരു സത്യം തന്നെ ആണ്. ഇതെവിടെ വെച്ച് നടക്കുന്നു? ഭൂമിയിലും സ്വർഗത്തിലും എല്ലാം വെച്ചിട്ട് നടക്കുന്ന എല്ലാ യജ്ഞങ്ങളിലും സോമമാണ് പങ്കെടുക്കുന്നത്. ഏതെങ്കിലും ഒരു വസ്തുവിനെ ഉപയോഗിച്ചിട്ടേ മറ്റത് ഇലക്ട്രോണിക് പ്രോട്ടോണിക് ഉപയോഗിച്ചിട്ടേ ആറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇനി 8ാമത്തെ മന്ത്രത്തിലെ അഗ്നിയാണ് ദേവത. നിന്റെ പ്രത്യേക രൂപം, വിശിഷ്ടമായ രൂപം ഇലയിൽ പൊതിഞ്ഞിരിക്കുന്നു. ഇലയിൽ എന്തുണ്ട്? അഗ്നിയുണ്ട്. ഏതിലയിലാണുള്ളത്? പച്ചിലയിൽ. ഒരു പച്ചില, ചെടിയുടെ പച്ചിലയാണ് ഭക്ഷണത്തെ എന്ത് ചെയ്യുന്നത്? അത് പ്രിപ്പയർ ചെയ്ത് എങ്ങനെയാണ്? സൂര്യനിൽ നിന്നുള്ള ഊർജമെടുത്തിട്ട് ഇല അതിനെ എന്ത് ചെയ്യുന്നു? ഭക്ഷണമാക്കിയിട്ട് മാറ്റുന്നു. ഇലയിലുള്ള ഇലക്ട്രോൺ
സൂര്യൻ്റെ വെളിച്ചം കിട്ടുമ്പോൾ ഇലയിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറത്തേക്ക് വരും. ഫോട്ടോസിന്തസിസ് എന്നെല്ലാം പഠിക്കുന്ന സംഗതികൾ തന്നെ. നിന്റെ വിശിഷ്ട രൂപം അഗാധയിൽ ഇലയിൽ പൊതിഞ്ഞിരിക്കുന്നു. ഇലയിലുകളിൽ എന്തുണ്ട്? അഗ്നിയാണ് ദേവത, ഊർജമുണ്ട്. ഇലയിൽ നിന്നും സൂര്യപ്രകാശം കിട്ടുമ്പോൾ ആ ഇലയിലുള്ള ഊർജം ഇലക്ട്രോൺ പുറത്തേക്ക് ചാടും. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തിലാണ് എന്തുണ്ടാകുന്നത്? ചെടികൾ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നത്. രുചികരമല്ലാത്ത വാക്കുകളും കഠിന വാക്കുകളും നിന്നാൽ മാറ്റപ്പെട്ടിരിക്കുന്നു. കഠിന വാക്കുകൾ പ്രയാസമുള്ള എല്ലാ ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ. കഠിന വാക്കുകളും രുചികരമല്ലാത്ത വാക്കുകളും നമുക്കുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ ഏതിനെ സഹായിക്കും? അഗ്നിക്ക് കഴിവുണ്ട്. നമ്മളെ പ്രയാസങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ. നമുക്ക് അരി തിന്നാൻ പറ്റില്ല, പ്രയാസമുള്ളതാണ്. അതിനെ പദം വരുത്താൻ അഗ്നി വിചാരിച്ചാൽ പറ്റും. നിന്റെ രൂപം അഗാധതയിൽ രജതകത്താൽ പൊതിയപ്പെട്ടിരിക്കുന്നു. ഈ അഗ്നിയാണ് ഇവിടെ ദേവത. അതിൻ്റെ രൂപം പൊതിയപ്പെട്ടിരിക്കുകയാണ്. കാരണം അഗ്നി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മനസ്സിൽ ഒരു രൂപമുണ്ട്, പക്ഷെ അതിനെ മൂടി പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിനെ നമ്മൾ തുറന്നെടുത്തു കഴിഞ്ഞാൽ പല രൂപത്തിൽ അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. വൈദ്യുതിയായിട്ട് പോലും കൺവേർട്ട് ചെയ്തിട്ട്, ഊർജമായിട്ട് കൺവേർട്ട് ചെയ്യാം, വെളിച്ചമായിട്ട്, അഗ്നിയായിട്ട്. അപ്പോൾ അതിൻ്റെ ആ പല രൂപങ്ങൾ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഏതിൽ? അഗ്നിയിൽ. സന്തുഷ്ടിയില്ലാത്ത വാക്കും കഠിന വാക്കുകളും നിന്നാൽ മറക്കപ്പെട്ടിരിക്കുന്നു. കാരണം എല്ലാ സന്തുഷ്ടമല്ലാത്ത വാക്കും കഠിന പ്രവർത്തികളും എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് നമുക്ക് ദോഷകരമായി തീരുന്ന എല്ലാ പ്രശ്നങ്ങളെയും അഗ്നിയാൽ എന്ത് ചെയ്യാം? മാറ്റപ്പെടാം. നമ്മുടെ ഏത് തരത്തിലുള്ള കഠിന പ്രയാസങ്ങളും ഊർജത്തിൻ്റെ സഹായത്താൽ തരണം ചെയ്യാം. നിന്റെ പല രൂപങ്ങൾ അഗാധതയിൽ സ്വർണത്താൽ പൊതിയപ്പെട്ടിരിക്കുന്നു. സ്വർണത്താൽ പൊതിയപ്പെട്ടു എന്ന് പറയുമ്പോൾ അത്രയും വിലയുള്ള രൂപത്തിൽ അതിനെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അഗ്നിയെ, ഊർജത്തെ പലയിടത്തും പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. സ്വർണം കൊണ്ട് പൊതിഞ്ഞു വെക്കുക. അത്രയും വിലമതിപ്പുള്ള സാധനമാണ്. എവിടെയുണ്ട് അങ്ങനത്തെ അഗ്നി? ഭൂമിക്കടിയിലുണ്ട്. എന്തുപോലെ? പെട്രോളും ഡീസലും എല്ലാം വരുന്ന ഏതിൽ നിന്നാണ്? ക്രൂഡ് ഓയിൽ നിന്നാണ്. അപ്പോൾ അവിടെയെല്ലാം പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. കമ്പിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കമ്പിൽ നല്ല കത്തുമ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ അഗ്നി എല്ലായിടത്തും ഉണ്ട്, പക്ഷെ അതിനെന്ത് ചെയ്തിരിക്കുക? പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഭൂമിക്കടിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. വിറകിൻ്റെ അകത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിന് എടുത്ത് പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ബാറ്ററിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്, പക്ഷേ അതൊരു വയറിലോട്ട് കത്തിച്ചാൽ കത്തും. അപ്പോൾ ഈ ഊർജത്തെ പലയിടത്തും പൊതിഞ്ഞിട്ട് പ്രപഞ്ചത്തിൽ മുഴുവൻ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളതിനെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കഷ്ടപ്പാടുകളെല്ലാം തീരും. അതിനെ പലതരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് പിന്നെയും പറയാം, സന്തുഷ്ടിയില്ലാത്ത വാക്കും കഠിന വാക്കും നിന്നിൽ മാറ്റപ്പെടട്ടെ എന്ന്. അതായത് നമ്മുടെ പ്രയാസങ്ങളെല്ലാം ഇങ്ങനെ മൂടപ്പെട്ട പല ഊർജ സ്രോതസ്സുകൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഊർജമെല്ലാം പലയിടത്തും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കറിയാത്ത തരത്തിൽ വിറകിൽ അതിനെയാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. ഭൂമിക്കടിയിലുണ്ട്, ഒഴുകുന്ന ജലത്തിലുണ്ട്. ആ ഒഴുകുന്ന ജലത്തിലെ ഊർജ്ജമെടുത്തിട്ടാണ്, ശക്തി ഉപയോഗിച്ച് ഊർജ്ജമെടുത്തിട്ടാണ് ജനറേറ്റർ കറക്കിയിട്ട് നമ്മൾ വൈദ്യുതിയായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഊർജം പല രൂപത്തിൽ ലോകത്തിൽ ഒളിച്ചു കിടപ്പുണ്ട്. അതിനെ ഉപയോഗിക്കണം. ഇനി 9, എനിക്കായിട്ട്, അതും ഊർജം അഗ്നി തന്നെയാണ്. എനിക്കായിട്ട് ഉറച്ച കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഭൂമിയാകുന്നു നീ. അതായത് എനിക്കായിട്ട് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യണോ അതെല്ലാം അനുഷ്ഠിക്കുന്ന ആരാണ്? അഗ്നിയാണ്. നീ എനിക്കുള്ള ഐശ്വര്യത്തിൻ്റെ കേന്ദ്രമാണ്. എല്ലാ ഐശ്വര്യങ്ങളും ഏതിൽ നിന്നാണ് കിട്ടുന്നത്? ഊർജത്തിൽ നിന്നാണ് കിട്ടുന്നത്. എന്നെ നീ യാചിക്കുന്നതിൽ നിന്നും വേദനകളിൽ നിന്നും രക്ഷിക്കുക.
യാചിക്കുക എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, വേദന എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട്. നമ്മുടെ കഷ്ടപ്പാടൊന്നും ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടേണ്ടിക്ക് നമ്മൾ എന്ത് ചെയ്യണം? കർമ്മം ചെയ്യണം. കർമ്മം ചെയ്യേണ്ടിക്ക് എന്ത് വേണം? ഊർജം വേണം. വിശപ്പ് മാറ്റാൻ ചെടി നടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണം? ശക്തി വേണം, ഊർജം വേണം. അധ്വാനിച്ചാലേ, അപ്പോൾ അധ്വാനിക്കുമ്പോൾ പണം കിട്ടും. യാചിക്കുന്നതിൽ നിന്നും വേദനയിൽ നിന്ന് നല്ല രക്ഷപ്പെടുക, കഷ്ടപ്പാടിൽ നിന്ന് നല്ല രക്ഷിക്കുന്ന ആരാണ്? അഗ്നിയാണ്. അല്ലയോ ജ്വാലാഗ്നി എന്ന് പറഞ്ഞാൽ ജ്വാലയോട് പ്രവർത്തിക്കുന്ന അഗ്നി. അപരനാമത്തിൽ അറിയുന്ന നിന്റെ തേജസ്സോടുകൂടി നീ വന്നെത്തിയാൽ, അപരനാമങ്ങളിലും നീ അറിയപ്പെടുന്നുണ്ട്. ഊർജം പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. എന്ത് പല പേരിലാണ്? പ്രകാശോർജം, ശബ്ദോർജം, വൈദ്യുതോർജം, ഇങ്ങനെ പല പേരിൽ ഊർജം അറിയപ്പെടുന്നു. നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നു, പല രൂപത്തിൽ നീ അറിയപ്പെടുന്നു. നീ നമ്മുടെ അടുത്ത് വന്നാലും, പല രൂപത്തിൽ നീ നമ്മളുടെ അടുത്തേക്ക് വന്നാലും, പല പരിശുദ്ധതയോടെ. ആ അഗ്നി പരിശുദ്ധമാണ്. അഗ്നി എന്നത് മാത്രമേ ശുദ്ധമായിട്ടുള്ളൂ. അഗ്നിക്കൊരിക്കും വെള്ളമെല്ലാം നമുക്കെന്തായിപ്പോവും? അഴുക്കാവും, അഴുക്ക് വെള്ളമാവും. പക്ഷേ അഗ്നിക്കൊരിക്കും അഴുക്ക് പിടിക്കില്ല. അതുകൊണ്ട് പരിശുദ്ധമായ നീ എന്ത് വേണം? നിന്റെ ശക്തിയാൽ നിന്നെ ഈ ഭൂമിയിൽ പ്രതിഷ്ഠിക്കുകയാണ്. ഈ ഭൂമിയിൽ ഒരിക്കലും കേടുവരാത്ത തരത്തിലുള്ള അഗ്നിയെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള സാധനമല്ല. ഇപ്പം കല്ലാണെങ്കിലും കല്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്തയായിപ്പോകും, വൃത്തികേടാകും. വെള്ളമാണെങ്കിൽ വൃത്തികേടാകും. പക്ഷെ അഗ്നി ഒരിക്കലും വൃത്തികേടാവില്ല. അപ്പം ശുദ്ധമായ അഗ്നിയെ ഈ ഭൂമിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ആ ശക്തിവിശേഷം. ഇനിയോ, നിന്റെ പേര് പോലെ നീ ജ്വലിച്ചുയരുക. അഗ്നി എന്താണ്? കത്തി ജ്വലിച്ചുയരുക. അത് കത്തി ജ്വലിച്ചുയരുക മാത്രമല്ല, വൈദ്യുതി എന്ന നിലയിൽ, മാഗ്നറ്റിക്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന നിലയിലെല്ലാം അത് ജ്വലിച്ചുയരും. എന്നിട്ടോ നീ നല്ലവണ്ണം ജ്വലിച്ചുയരുക. നിന്നെ ഞാൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭൂമിയിൽ പ്രതിഷ്ഠിക്കുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭൂമിയിൽ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അഗ്നി ഉപയോഗിക്കുന്ന എവിടെയാണ്? ഈ ഭൂമിയിലാണ്. പിന്നെ നമ്മൾ ഈ അഗ്നി ഉപയോഗിച്ചിട്ട് എന്ത് പോകുന്നുണ്ട്? സൗരയൂഥ സിസ്റ്റത്തിൽ നമ്മളെ ചന്ദ്രനിലെല്ലാം പോകുന്നുണ്ട്, ഗ്രഹങ്ങളിൽ പോകുന്നുണ്ട്. അപ്പം രണ്ടാമത്തെ നിലയിൽ നമ്മൾ അഗ്നിയെ ഉപയോഗിക്കുന്നുണ്ട്. റോക്കറ്റ് കയറിയിട്ട് നമ്മൾ രണ്ടാമത്തെ ഭൂമി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വിട്ടിട്ട് ചന്ദ്രനിൽ പോയി താമസിക്കുകയാണ്. അവിടെയും നമ്മൾ അഗ്നിയെ ഉപയോഗിക്കും. ഇനി ചന്ദ്രനെയും വിട്ടുകൊണ്ട് നമ്മൾ മറ്റുള്ള ഗ്രഹങ്ങളിൽ പോയി താമസിക്കുകയാണെങ്കിൽ അവിടെയും അഗ്നി തന്നെ വേണം. അഗ്നിയില്ലാതെ, ഊർജമില്ലാതെ പറ്റില്ല. അപ്പോൾ നമ്മൾ നിന്നെ ഈ ഭൂമിയിലും രണ്ടാമത്തെ ഭൂമിയിലും മൂന്നാമത്തെ ഭൂമിയിലും എല്ലാം പ്രതിഷ്ഠിക്കുമെന്ന് പറഞ്ഞാൽ ബഹിരാകാശ ലോകത്തിൽ പോലും നമ്മൾ പോയി താമസിക്കുകയാണെങ്കിൽ അവിടെ ഈ അഗ്നിയെ നമ്മൾ കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠിക്കും. ജ്ഞാനികളുടെയും ദേവതകളുടെയും പ്രാപഞ്ചിക ബോധത്തിനായി നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവരും. ജ്ഞാനികളുടെ, അതാർക്കേ പറ്റുള്ളൂ? ജ്ഞാനമുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ ഈ അഗ്നിയെ ഭൂമിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ചന്ദ്രനിലും കൊണ്ടുപോയി പ്രതിഷ്ഠിക്കും. കാരണം ചന്ദ്രനിൽ ചൂടല്ലാക്കണ്ടെങ്കിൽ അഗ്നി വേണമല്ലോ. അപ്പോൾ അവിടെ ചന്ദ്രനിലും നമ്മൾ ഉപയോഗിക്കും. വേണമെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളിലും പോയിട്ട് നിന്നെ നമ്മൾ സ്ഥാപിക്കും. ഇനി 10ാമത്തത്, ഇവിടെ ദേവത ജ്ഞാനമാണ്. ജ്ഞാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശത്രുക്കളെ ഓരോന്നായി കീഴടക്കാൻ. നമ്മുടെ എല്ലാ ശത്രുത എന്ന് പറഞ്ഞാൽ വെറും ശത്രുക്കളായിട്ട് കാണരുത്. നമ്മുടെ എല്ലാ തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങുന്നതിന് എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും മറികടക്കാൻ എന്ത് വേണം? ശക്തിയായ സംഹിതയാകുന്നു ഈ ജ്ഞാനം. ജ്ഞാനത്തിലൂടെ വേണം നമ്മൾ നമ്മുടെ പ്രതിബന്ധങ്ങളെയെല്ലാം, ദേവതയപ്പം ജ്ഞാനമാണ്, ജ്ഞാനത്തിലൂടെ വേണം നമ്മൾ നമ്മുടെ പ്രതിബന്ധങ്ങളെയെല്ലാം
തരണം ചെയ്യാം. അറിവുള്ള ദേവന്മാരെ നീ പ്രബുദ്ധരാക്കുക. അറിവുള്ള ആൾക്കാരെ പ്രബുദ്ധരാക്കുക. സയൻസിലൂടെ തന്നെയാണ് ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും. അഗ്നിയും ദേവതയാണ്. അഗ്നിയെ പ്രബുദ്ധരാക്കുക എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അഗ്നി ഉപയോഗിച്ച് കഴിഞ്ഞാലേ അത് പുതിയ പുതിയ കർമ്മങ്ങളെല്ലാം ചെയ്യുള്ളൂ. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നിയെ നമ്മൾ പല രൂപത്തിൽ മാറ്റിയെടുത്തിട്ട് പലതരത്തിൽ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുക. അപ്പം ദേവതകളെ എല്ലാം ആക്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ജ്ഞാനത്തിനുണ്ട്. ജ്ഞാനികളായ ദേവതകളെ പരിശുദ്ധരാക്കുക. അവർ ശുദ്ധമായി തീരും. കർമ്മങ്ങൾ നല്ല നീറ്റായിട്ട് ചെയ്യും. ജ്ഞാനത്തിലൂടെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കും. ഉദാഹരണമായിട്ട് ഒരു ചോറ് വെക്കുമ്പോൾ പാത്രത്തിലിട്ട് വേവിക്കുകയാണെങ്കിൽ അത് ചോറാകും, കുറച്ച് സമയമെടുക്കും. പക്ഷേ പ്രഷർ, ശാസ്ത്രത്തിൻ്റെ അടുത്താണ് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചാൽ നല്ലോണം വെന്ത് കിട്ടും കുറച്ച് സമയം കൊണ്ട്. അപ്പം ദേവതകളെ എന്തായാലും പരിശുദ്ധരാക്കും, മാന്യത നൽകാനും തയ്യാറാവുക. എല്ലാവർക്കും അതിൻ്റേതായ മാന്യത കിട്ടുമ്പോൾ എപ്പോഴാണത്? ആ ജ്ഞാനത്തിലൂടെ, ശാസ്ത്രത്തിലൂടെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ്. വാക്കുകൾ എന്ന് പറയുമ്പോൾ ശാസ്ത്രം, വേദവാക്യങ്ങളുടെ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? നമുക്ക് എല്ലാ ശത്രുക്കളെയും കീഴടക്കിയിട്ട് നമ്മുടെ ജീവിതം സുന്ദരമാക്കി മാറ്റാൻ പറ്റും. അടുത്ത ക്ലാസ്സിൽ